നൗഫൽ, ഈ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഇന്ന് പുലർച്ചെ വരെ മഴയുണ്ടായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? ഇന്നിപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഇന്ന് ചെറിയ രീതിയിൽ മഴയ്ക്ക് ശമനമുണ്ട്. ഇന്ന് മതപഠന ക്ലാസുകളും ട്യൂഷൻ സെൻ്ററുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടക്കം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശത്തൊക്കെ ഉള്ളവരോട് സുരക്ഷിതരായിരിക്കാൻ നിർദ്ദേശവുമുണ്ട്. ഈ ആറുകളുടെ തീരത്ത് കഴിയുന്നവരോടൊക്കെ മാറി താമസിക്കാനുള്ള നിർദ്ദേശവും ഒക്കെ വന്നിട്ടുണ്ട്. എന്താണ് തിരുവനന്തപുരത്തെ സ്ഥിതി എന്താണ്? അവന്തിക, സംസ്ഥാനത്ത് പറഞ്ഞതിൽ തിരുവനന്തപുരത്തും കൊല്ലത്ത് നേരത്തെ പറഞ്ഞതുപോലെ യാതൊരുവിധ അലർട്ടും നിലനിൽക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എങ്കിലും ഇന്ന് 6 ജില്ലകൾ അഥവാ കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം ജില്ലകളിലാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിലും തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്നതുപോലെ മത്സ്യബന്ധനവും കൂടുതലും നടക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അത് പൂന്തുറ, വലിയതുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ യാതൊരു അലർട്ടും നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും പെട്ടെന്നുണ്ടാകുന്ന ഈ മഴയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രതിസന്ധി നമുക്ക് അറിയാവുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പറയുന്ന കടലോര പ്രദേശത്ത്, പ്രത്യേകിച്ച് മലയോരത്തും പൊന്മുടി അടക്കമുള്ള എക്കോ ടൂറിസം ഇന്നലെ വലിയ മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന കുളത്തൂപ്പുഴ, കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖല, അത് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശം കൂടിയാണ്. അപ്പോൾ മലയോര പ്രദേശത്തും കടലോരത്തും പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയിലാണ് വെള്ളിയാഴ്ച രാത്രി 2 പേരെ കാണാതാകുന്നു. മത്സ്യബന്ധനത്തിനായി പോയ 4 പേരടങ്ങുന്ന സംഘത്തിലെ 2 പേരെ കാണാതാകുന്നു. 2 പേരെ അന്ന് തന്നെ അവിടെയുള്ളവർ രക്ഷിച്ചിരുന്നു. പക്ഷേ 2 പേരെ കാണാതായി. അവരെ ഈ നിമിഷം വരെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഉച്ചവരെയും വലിയ പ്രതിഷേധവും അവിടെ ഏതാണ്ട് 10-14 മണിക്കൂറുകളോളം ആ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് വേണ്ടിയുള്ള കാലതാമസം എടുത്തു. അതിൽ വലിയ പ്രതിഷേധം ആ കുടുംബവും നാട്ടുകാരും ഉണ്ടാക്കി. അവിടേക്ക് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി ആത്മഹത്യാ ഭീഷണി വരെ, ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, ആത്മഹത്യാ ഭീഷണി പോലും മുഴക്കേണ്ട ഒരു സാഹചര്യം എത്തി. പിന്നാലെയാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നിന്ന് ഒരു ബോട്ട് അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ തുടങ്ങിയത്. എന്നിരുന്നാലും ഈ പറയുന്ന 50 കിലോമീറ്റർ വേഗതയിൽ വരെ അടിച്ചു വീശുന്ന കാറ്റ് ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നതും, ശക്തമായ കടലാക്രമണം, ഈ പറയുന്ന അലർട്ടുകൾ നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും വലിയ കടലാക്രമണം ഇപ്പോഴും തീരദേശത്ത് നേരിടുന്നുണ്ട്. ആ ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കെ രക്ഷാപ്രവർത്തന ദൗത്യം ദുഷ്കരമായി തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നേവിയുടെയും മറ്റ് സഹായത്തോടു കൂടി ഡ്രോൺ ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുമുള്ള പരിശോധനകൾ ഇപ്പോഴും തുടരുന്നത്. ഇന്നലെ വൈകിയും രാത്രി 7 മണി വരെയും അത് തുടർന്നു. പക്ഷേ ഇന്നലെ വെളിച്ചക്കുറവ് മൂലവും നേരം ഇരുട്ടിയതിനാലും സ്വാഭാവികമായും ഇതിലെ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതിയുണ്ടായി. ഇന്നിപ്പോൾ പുലർച്ചെ തന്നെ, അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് തന്നെ രക്ഷാപ്രവർത്തന ദൗത്യം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഡ്രോൺ ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുമുള്ള തിരച്ചിലാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. അധികൃതരുടെ ഭാഗത്ത് ഇന്നെങ്കിലും അത് കണ്ടുകെട്ടാൻ, അല്ലെങ്കിൽ കാണാതായവരെ കണ്ടുകിട്ടും എന്നൊരു പ്രതീക്ഷ കൂടിയാണ് അവർ എന്തായാലും പങ്കുവെക്കുന്നത്. അവന്തിക, ഇന്നും തിരച്ചിൽ തുടരാനുള്ള സാധ്യതയുണ്ടോ? ഈ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അവന്തിക, അതായത് ഇന്നിപ്പോൾ തിരച്ചിൽ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഉള്ളവരെ 2 പേരെ കാണാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതായത് ഈ പറയുന്ന 5 തെങ്ങ് സ്വദേശികളായിട്ടുള്ള ശ്രീജിത്ത്, ശ്രീമോൻ എന്നിവരെയാണ് കാണാതായത്. അതായത് 5 തെങ്ങ് സ്വദേശിയായിട്ടുള്ള ജോസ് എന്ന് പറയുന്ന ഉടമസ്ഥതയിലുള്ള ആളിൻ്റെ വള്ളമാണ് ഇത്തരത്തിൽ കാണാതായത്. 4 പേരുണ്ടായിരുന്നു. അതിൽ വൈകുന്നേരം 7 മണി വരെ കോസ്റ്റ് ഗാർഡും നേവിയും ഹെലികോപ്റ്റർ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ പറയുന്ന രക്ഷാപ്രവർത്തന ദൗത്യം ആരംഭിക്കുന്നത് തന്നെ. ഈ 4 പേരിൽ 2 പേരെ അന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമായിരുന്നു. പക്ഷേ 2 പേരെ പറയുന്നത് മുതലപ്പൊഴിയും ആ പ്രദേശവും എന്ന് പറയുന്നത് ഇതിനോടകം ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം 80ഓളം ആളുകളുടെ ജീവൻ എടുത്ത ഒരു സ്ഥലമാണ് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെയുള്ള ടെട്രോപോഡ് ഉൾപ്പെടെയുള്ളവർ കടലിലേക്ക്, ഈ പറയുന്ന ശക്തമായ തിരമാലയിലും കാറ്റിലും പെട്ട് ടെട്രോപോഡ് ഉൾപ്പെടെയുള്ളവർ കടലിലേക്ക് വീഴുന്ന ഒരവസ്ഥയും, അത്ര ഗുരുതരമായ ഒരവസ്ഥയും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.